എല്ലാവർക്കും അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താന്ന് വെച്ചാൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഈറ്റിംഗ് ചലഞ്ച്. വിനീഷ് പ്രോയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വിനീഷ് പ്രോയൊക്കെ ബ്രോസ്റ്റഡ് ഈറ്റിംഗ് ചലഞ്ച് മത്സരിക്കുകയാണ്. ജില്ലയിൽ വന്നിരിക്കുകയാണ്. പിന്നെ കിംബോയ് എല്ലാ കളിയിലും ഞാൻ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ് ജയിക്കുന്ന കിംബോയ്, നന്ദവളിയൻ കുറേ ഫാൻസിന് പ്രതീക്ഷകൾ നൽകി അല്ലേ എപ്പോഴും നോക്കുന്നത്. ഇപ്പൊ സ്ഥിരമായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? നന്ദവളി അതിനൊരു കാരണം പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയത്. പക്ഷെ റാവുത്തർ വന്നോണ്ട് പ്രശ്നം കേട്ടോ. റാവുത്തർ വന്ന് വലിയ അടിയായില്ലേ. അല്ല ഇന്നും വരായിരുന്നു കേട്ടോ. ഇന്നും റാവുത്തറും കേടിലും വരായിരുന്നാണ്. സമയമായപ്പോൾ ഒരു മണിക്കൂർ മുന്നേ വിളിച്ചു പറഞ്ഞു അവർക്ക് വേറെ എന്തോ പരിപാടി ഉണ്ട്, അത്യാവശ്യമായിട്ട് അമ്മ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചു. അതുകൊണ്ട് വരാം. ഞാൻ ഒരു നിധിയുണ്ട്. നിധി തൊട്ടപ്പുറത്ത് ക്യാമറമാനാണ്. നിധി കാണിക്കി കൊടുക്കുക. കമന്റ് സെക്ഷനിൽ നമുക്ക് വേണ്ടതാണ് നിധിയുടെ ഉയരൊക്കെ. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ രാജേഷ് അളിയൻ പുള്ളി ഔട്ട് ഓഫ് കവറേജ് ആണ്. അതുപോലെ കുറേ ട്രൈ ചെയ്തു. നിലവിൽ ആക്റ്റീവ് അല്ല, പരിധിക്ക് പുറത്താണ്. ഓക്കെ. അപ്പം വിട്ടേക്കാം നമുക്ക്. രാജേഷ് അളിയനുള്ള സാധനങ്ങൾ എല്ലാവർക്കുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചിരുന്നു. പക്ഷേ മത്സരിക്കാൻ പറ്റിയില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മത്സരം വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബിനീഷ് പ്രോയുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണിൻ്റെ ടെക്നോളജി പഠിപ്പിക്കുന്നുണ്ട്. പഠിച്ചു തീർന്ന ഉടനെ ജോലിയാണ്. +2 ജയിച്ചവരോ തോറ്റവരോ 10ാം ക്ലാസ്സാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഇനിയും പോളിടെക്നിക്കോ ITയോ ഒരു ജോലി അന്വേഷിച്ച് നിങ്ങൾ നടക്കുവാണോ, ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ, ഞങ്ങളുടെ അടുത്തോട്ട് പോരാണോ? ഓൾറെഡി ഇപ്പൊ എന്നോട് ചോദിച്ചു എൻ്റെ ഫ്രണ്ട്. ഇപ്പോൾ അവന് മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുക. ചുമ്മാ എക്സ്പീരിയൻസ് അങ്ങനൊന്നും ഇല്ല, ചുമ്മാ ഓരോന്ന് പണി. അപ്പൊ അവൻ ഇതുപോലെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വെളിയിലോട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയാ. അപ്പൊ അതുപോലെ പണി കാര്യങ്ങളൊന്നും അറിയത്തില്ല, പഠിച്ചോണ്ടിരിക്കുന്നുള്ളൂ. അവൻ വന്ന് എന്തെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് സർട്ടിഫിക്കറ്റ് അവർക്ക് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് വാച്ച് അറേഞ്ച് ചെയ്യാം. അങ്ങനെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടിയുള്ള പ്രത്യേക പരിഗണന നമ്മുടെ ബിനീഷ് ഫീസിലായാലും കേട്ടോ. പേടിക്കുന്ന വേണ്ട, മറ്റ് ഇവിടത്തേക്കുള്ള ഫീസിനൊക്കെ നമ്മുടെ സൈക്കോളജി സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഇല്ലേ. തീർച്ചയായിട്ടും. പിന്നെ വേറെ സ്കീമൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. സ്കോളർഷിപ്പ് ഉണ്ട്, ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്, എല്ലാം. ഇപ്പൊ എവിടുന്ന് വേണമെങ്കിലും പഠിക്കാം. കേരളത്തിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് പഠിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നല്ല അടിപൊളി മൊരിഞ്ഞ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ പോയി എന്ന് കണ്ടേച്ചു വാ. നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. അവിടെ നമ്മുടെ വമ്പന്മാർ നേരെയായിട്ട് ഇരിപ്പുണ്ട്. കണ്ടേ 4 പേരാണ് മത്സരിക്കുന്നത് കേട്ടോ. കൊതിപ്പിക്കില്ലേ എന്നെ? കൊതിപ്പിച്ച് അപ്പൊ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നിധി അളിയനെ, കിംബോയ് അളിയനെ, ബിനീഷ് ബ്രോ, നന്ദു അളിയനെ മണപ്പിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ടൈമർ ഒന്നും ഇല്ല, കാരണം പെട്ടെന്ന് തീർക്കാണ്. ഇത്രേ ഉള്ളു സാധനം. ഫുൾ ചിക്കനേ ഉള്ളൂ. ചെറിയ കോഴി അല്ലേ, ചെറിയ ഒരു നാടൻ കോഴി എടുത്തിരിക്കുന്നത്. അപ്പം അതെ ആദ്യം കഴിച്ചു തരുന്നത്. ഇപ്പം ഞാൻ പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ സൈഡിൽ നിന്ന് കഴിക്കുക. അതായത് വേസ്റ്റ് ആക്കല് ഒന്നും, കുഴച്ചെടുക്കലൊന്നും. കാരണം നമുക്ക് ബാലൻസ് ഉണ്ട്, എന്നാലും കഴിക്കാമല്ലോ. അല്ലെ കഴിക്കുന്നവർക്ക് എല്ലാം ഉണ്ടെങ്കിൽ അല്ലേ, വേസ്റ്റ് ആക്കലൊന്നും. ഓക്കെ, റെഡി? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1 2 3 start. Yes. Plata o plomo. 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 Señores. Plata o plomo. Plata. Plata o plomo. Plata o plomo. Plata o plomo. Plata o plomo. Plata. അങ്ങനെ നമ്മുടെ വാശിയേറിയ മത്സരം ബ്രോസ്റ്റഡ് ചിക്കൻ ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കോട്ട് മൂലയ്ക്ക് പറയാം. നിധികളിയാ ചിക്കന്റെ കോഴിയുടെ കാലിൽ തുടങ്ങി
കിംബോയ് വീണ്ടും കിംബോയ്. ഈ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ നമ്മുടെ നാടൻ കിംബോയ് കോഴിയുടെ 2 കാലം അകത്താക്കി. എനിക്ക് പറയാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ. ബിനീഷ് ബ്രോ നിരവധി അനവധി വിജയ. ബിനീഷ് ബ്രോ പറഞ്ഞു നാടൻ കോഴിയാണോ നാടൻ കിംബോയാണ്? നാടൻ കിംബോയ്. ഈ ബിനീഷ് ബ്രോ എന്താ, ബിനീഷ് ബ്രോ പുറകിലാണ്, കിംബോയാണ് മുന്നിലേക്ക് ഇപ്പോ. ആണോ ഒപ്പത്തിനൊപ്പം? ഇല്ലില്ല, 2 ലെഗ് പീസ് ഒരു വിങ്സ് ഇല്ലേ, ഒപ്പത്തിനൊപ്പമാണ്. നന്തോളി എന്തായി? നന്തോളിന് ഒപ്പത്തിനൊപ്പം 2 ലെഗ് പീസ്. സംസാരിക്കാൻ വയ്യ. ഓക്കെ അല്ല എനിക്ക് വയ്യാന്ന് വായി പ്രശ്നമാണ്. എന്തായാലും വാശിയേറിയ മത്സരം തന്നെയാണ്. 4 വമ്പന്മാർ അണിനിരുന്ന അടിപൊളി നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ. ഒരാഴ്ച സ്ട്രാറ്റജി നാടൻ, ഞാൻ പാവമാണ്. ഓക്കെ ഓക്കെ. കിംബോയുടെ സ്ട്രാറ്റജി ഇത് ഷവർമ ഉണ്ടാക്കുമോ? ഓക്കെ ഓക്കെ. കിംബോയുടെ സ്ട്രാറ്റജി എടുത്തിരിക്കുകയാണ് ഗിരീഷ് ബ്രോ. കണ്ടില്ലേ ഇവിടെ കുഴച്ചെടുത്തിരിക്കുകയാണ്. മിക്സറാണ് അവിടെ, മിക്സർ നാടൻ മിക്സർ. ദയവായി നിങ്ങൾ ചിക്കൻ വേസ്റ്റ് ആക്കല്ലേ കേട്ടോ. അതായത് ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുക. എന്തായാലും നന്തോളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നന്തോളിയിൽ വീണ്ടും 4ാമത്തെ പീസ്. ബിനീഷ് ബ്രോ എത്ര പീസ് കഴിച്ചെന്ന് ബിനീഷ് ബ്രോയ്ക്ക് പോലും അറിയത്തില്ലേ? നോക്കാം ബിനീഷ് ബ്രോ വേണ്ടേ. കിംബോയുടെ അതേ സ്ട്രാറ്റജി എന്താ ആണോ? വാശിയേറിയ മത്സരം. നിതിനളിയൻ കാന്താരിയുടെ കലിപ്പൻ എന്ന രീതിയിൽ തന്നെയാണ് നിതിനളിയൻ ഈ മത്സരത്തെ സമീപിച്ചിരിക്കുന്നത്. ഒരു മൂലക്കിരുന്ന് നാടൻ സ്ട്രാറ്റജി ഇല്ലേ, ലവ് സ്ട്രാറ്റജി, റൊമാൻറ്റിക് സ്ട്രാറ്റജി. എന്താ പറഞ്ഞ എന്താ വിശക്കുന്ന ചോദിക്കണം, ഉടനെ ഞാൻ തരും. എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ലാത്ത മനുഷ്യനെ. ദാനി എന്തുകൊണ്ടും തരും ഇവിടുന്ന് കേട്ടോ. പീസിൽ വേണേ പറഞ്ഞാൽ കേട്ടോ പുള്ളിയുടെ വെള്ളം വേണേ പറയാം. ഞാൻ അവിടെ നടന്നു കൊടുക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫുഡിൽ മാത്രമാണ്, വേറെ ഒന്നും നോക്കാതെ. നീ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല പുള്ളി മത്സരിക്കാനാണ് ഞാൻ വന്നത്, വിജയിക്കാനാണ് ഞാൻ വന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന നമ്മുടെ ബിനീഷ് ബ്രോ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് വന്നില്ലേ? അറിയാം, അവർക്കെല്ലാം അറിയാം, മുന്നേ അറിയാം. അപ്പം നിധി കെച്ചപ്പ്, നാടൻ കെച്ചപ്പുമായിട്ട് എന്താ ഫാൻസിന് വേണ്ടി ഒന്ന് കഴിച്ചു കാണിക്കാം. എന്തെങ്കിലും ഒരു വെറൈറ്റി സിഗ്നേച്ചർ ഈറ്റിംഗ് കാണിക്കോ? ഇഷ്ടപ്പെടുന്നവർക്ക് വരുന്നില്ലല്ലോ. പക്ഷേ ഇതാ പറഞ്ഞില്ലേ, എന്താ ഷവർമയാണത്? എന്തത് ഗ്രൈൻഡറാണോ? ബിനീഷ് ബ്രോ 3 പീസ് മാത്രം. ബിനീഷ് ബ്രോ ഇതാണ് കിംബോയ്. എവിടെ നിധി? എവിടെ നന്ദവളിയൻ? എവിടെ ഉണ്ട്. പക്ഷെ അവിടേക്ക് എന്ത് ചെയ്യും? വിജയന്റെ പുറകെ വരൂ എന്നാണ് ബിനീഷ് ബ്രോ പറയുന്നത്. കിംബോയ് തൊട്ട് പിന്നെ കിംബോയ്, നാടൻ കിംബോയ്. നിധി ആദ്യമായി ഒരു മത്സരത്തിൽ വിജയിക്കുകയാണ്. നിധി ഇത്തവണത്തെ ബ്രോസ്റ്റഡ് ഈറ്റിംഗ് ചലഞ്ചിൽ വിജയിയായിരിക്കുന്നത് നമ്മുടെ നിധിയാണ്. നിധി ലെഗ് പീസ് ആയതേ പറഞ്ഞോ. മയോനൈസിൽ മുക്കിക്കഴിക്കുന്നു ബ്രോസ്റ്റഡ് ചിക്കൻ കിംബോയ്. എന്തെന്താണത്? പേടിച്ചോ നീ? പിന്നെ കഴിഞ്ഞ ബർഗർ അവരോട് കഴിച്ചിട്ട് മലപ്പുറം എടുത്തത്. ബിനീഷ് ബ്രോ 1 പീസ് മാത്രം. ബിനീഷ് ബ്രോ 2 പീസ് അല്ല കഴിച്ചോണ്ടിരിക്കുന്നു. ബിനീഷ് ബ്രോ പറഞ്ഞ ബിനീഷ് ബ്രോ എല്ലാ ഗെയിമിനും ജയിക്കും കേട്ടോ. പക്ഷെ വളരെ സപ്പോർട്ട് കുറവില്ലേ കമന്റ് ബോക്സിൽ ഇല്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്രോ ഞാൻ ജയിക്കാറുണ്ട്, എന്നെ ആരും മൈൻഡ് പോലും ചെയ്യാറില്ല. ബിനീഷ് ബ്രോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കഷ്ടപ്പെട്ട വരുന്ന മത്സരങ്ങളിൽ നല്ല മത്സരം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് ബിനീഷ് ബ്രോയ്ക്ക്. നമ്മുടെ ഇല്ലേ എല്ലാവരുടെയും പിന്തുണ വേണം കേട്ടോ. നന്ദുവളിയൻ 4 പീസ്, വമ്പൻ 4 പീസുമായിട്ട് നന്ദുവളിയൻ നോക്കിയെടുത്തില്ലേ? നോക്കി ചെറിയ വെച്ചില്ലേ? വമ്പൻ പീസ് എടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വാശിയേറിയ മത്സരം എന്തെന്തോ പറയുമ്പോൾ തുടങ്ങുന്ന മത്സരം. ഇവിടെ എന്ത് പറഞ്ഞു? എന്റെ സൗണ്ട് പറഞ്ഞു ഇവിടെ തുടങ്ങണേ മത്സരം. പെട്ടെന്ന് പുള്ളി ഉറങ്ങുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ചാടി സ്ട്രാറ്റജി ഇവിടെ എന്താ കാര്യങ്ങൾ എന്തായി? ചോറാണ് നമ്മുടെ ബിനീഷ് ബ്രോ. ഒരു പീസ്. എതിരാളികളായിട്ട് ആരെങ്കിലും ഉണ്ടോ? മാവ് ആരെങ്കിലും ഉണ്ടോ എതിരാളികളായിട്ട്? നന്ദോളിയാ കിംബോയ്
നിതിരളിയാ ലെഗ് പീസ് കട്ടർ ഞാൻ ജയിച്ചു. പറഞ്ഞോ ബ്രോ, വിങ്സിന്റെ കാറ്റർ ഇതൊക്കെ ഒരു ന്യായീകരണമാണോ? ഇത് തിന്ന് കഴിഞ്ഞിട്ട് ലെഗ് പീസിന്റെ ഒരു മത്സരം നമുക്ക് കാണാം. നടത്താം. ഓക്കെ. സാപ്പാട് രാമനുമായിട്ട് മത്സരിച്ച് 2ാം സ്ഥാനം കിട്ടിയ മനുഷ്യന് ബീസ്പ്രോടൊക്കെ മത്സരിക്കാൻ പറ്റിയ നമ്മുടെ ഭാഗ്യം. 6 or 7 പേര് മത്സരിച്ചിട്ട് 2ാം സ്ഥാനം കിട്ടി പുള്ളിക്ക്. നിനക്ക് നാണമുണ്ടോ എന്നിട്ട് ഞങ്ങൾ ഈ മനുഷ്യന്റെ കൂടെ നിർത്താൻ? നിനക്ക് നാണമുണ്ടോ? അത് നിങ്ങൾ നിർത്തിയില്ലേണ്ടല്ലോ അവാർഡ് സിനിമ 2-3 മണിക്കൂർ കൊണ്ടുപോകും അല്ലേ? ഞങ്ങൾ പതുക്കെ പീസ് മൈൻഡിൽ കഴിക്കുമായിരുന്നു. ഈ 2 കള്ളന്മാരുടെ എനിക്ക് അന്നോട്ടെ ദേഷ്യം. ആദ്യം എന്ന് കണ്ടപ്പോ ഇവന്മാരും ചട്ടിച്ചോറ കഴിച്ചാണ് ഭയങ്കര ആസ്വദിച്ചു. നമുക്ക് രുചിയും തോന്നുന്നു അറിയത്തില്ല. ബ്രോസ്റ്റർ ഉണ്ട്, നല്ല ചെയ്യണം. എല്ലാ ടേസ്റ്റ് ഉണ്ടല്ലേ? എനിക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റാതെ ഞാൻ കഴിക്കാൻ മാറ്റി വെച്ചോ, ഞാൻ കഴിച്ചോളാം. അപ്പൊ നിർത്തിയോ നിധി? മത്സരം 60% ഞാൻ പൂർത്തീകരിച്ചു. 60% അല്ല 100% പൂർത്തീകരിക്കണല്ലോ. 40% എവിടെ ഇരിപ്പുണ്ട്? 40%. 10 ഇതിലൊരു 5% ഉണ്ട് കേട്ടോ. ഈ സാധനം ഇതെനിക്ക് ഇഷ്ടമല്ല. അതാ പറഞ്ഞ അതിൽ 5% ഉണ്ടാവില്ലല്ലേ? ഞങ്ങൾ 60% ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നുണ്ടോ? ഭയങ്കര അല്ലല്ലോ. എന്ത് 12% ഉണ്ട് ചേട്ടോ. 12% ഉണ്ട് ചേട്ടോ. 12% ഉണ്ട്. ഇത് പിന്നെ എങ്ങനെ കഴിക്കാനത്? ബിനീഷ് തോറ്റ് ജയിച്ചു. ഭീഷ്മ കഴിച്ചിട്ട് ഈ രണ്ടും ഇത് 0%. താങ്ക് യു. ഈ 3 പീസുകൾ തങ്ങൾ നിനക്ക് വേണ്ടി. ഓക്കെ. ബിനീഷ് ബ്രോ, എന്താണിത്? ഈ മാവ് റാവുത്തർ വേർത്തിൽ നിന്ന് അറിഞ്ഞപ്പോണ്ട് വന്നതല്ലേ ഇന്ന്? ചങ്ങനാശ്ശേരി ഓടി വന്നു. ഇതോടെ ഞാൻ ജയിക്കൂ, അവനെന്നെ ജയിക്കത്തില്ല. എന്നോട് പറഞ്ഞു റാവുത്തറല്ല ഇന്ന് വരത്തില്ല. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ബിനീഷ് ബ്രോ ഇപ്പൊ വരും. ഇവ സന്തോഷം. അപ്പഴേ ഞാൻ പറഞ്ഞു ബിനീഷ് ബ്രോ വരുന്നത്. റാവുത്തർ അവിടെ ആന്ധ്രയിൽ നിന്ന് കയറുമ്പോഴേ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി ഈ ഏരിയയിലോട്ട് വരണ്ട. നമുക്കത് ഒരു മട്ടൺ ബിരിയാണി മത്സരം കേട്ടോ ബ്രോ. ഒരു മട്ടൺ ബിരിയാണി മത്സരം അടുത്ത് വരുന്നുണ്ട് കേട്ടോ. വരണം. റാവുത്തറിന് വേണ്ടി നമുക്ക് അർജുനെ കൊണ്ടുവരണം. നമ്മുടെ പൊറോട്ട മത്സരത്തിൽ വിജയിച്ച അർജുനൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉള്ള വാശിയേറിയ മത്സരം തന്നെ ആയിരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ ബിനീഷ് ബ്രോ വിജയത്തിലേക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടോ എതിരാളികളായിട്ട്? നിധി ബിനീഷ് ബ്രോ ഞാനില്ല. നമ്മളെ കേടി പറഞ്ഞോട്ട് ഞാൻ തോറ്റു. ഞാൻ പൊട്ടനാ. നീയാ? ഓക്കെ. എന്താ തീർന്നു. 3 ദിവസം അടച്ച് ഞാൻ പറഞ്ഞു ഇച്ചിരി വെയിറ്റ് വന്ന് ഞാൻ വരാന്ന് ഒരു സമ്മതിക്കത്തില്ല. സന്ധ്യ ആവുമ്പോഴത്തേക്ക് ബ്രോ. ഞാൻ രാവിലെ ഒരു കടയിൽ ചെന്ന് മീൻതല പറഞ്ഞു വെച്ചിട്ടുണ്ട് കഴിയാൻ വേണ്ടി പോയിട്ട് കുറിപ്പിക്കാതെ ഞങ്ങൾ കഴിച്ചിട്ട് മീൻതല നോട്ട് ചെയ്ത്. അപ്പൊ അവര് പറഞ്ഞു ഉപ്പും പുളിയൊക്കെ പിടിച്ചു വൈകുന്നേരം സെറ്റ് ആവും പറഞ്ഞു. അവിടെ ഒരു തട്ടുകടയില് ഞാൻ രാവിലെ കയറിയപ്പോ കണ്ടാലും കഴിക്കാൻ പറ്റില്ല. ഞങ്ങള് ഓക്കെ. ഇതൊരു മത്സരമാണ്. നിങ്ങൾ മത്സരത്തിൽ സുരിട്ടെടുക്കും. അവസാന ഘട്ടത്തിലോട്ട് പോവാണ്. അങ്ങനെയാണ് മത്സരത്തിന് അവസാന ഘട്ടത്തിലോട്ട് പോവാണ്. ബിനീഷ് ബ്രോയാണോ, നന്ദോളിയനാണോ, അതോ നിധിയാണോ, അതോ നമ്മുടെ കിംബോയാണോ? ആരായിരിക്കും വിജയം? നീയല്ലേ? ഓക്കെ. ബിനീഷ് ബ്രോ എന്തായി കഴിഞ്ഞോ? കടക്കുവാണ്. തീർത്തേക്ക് വെച്ചേക്കരുത് ഒന്നും കേട്ടോ. രാജകീയമായിട്ട് തീർന്നു. ഒരു കോഴിയുണ്ട് വയറ്റിൽ. അല്ല ഇതിനകത്ത് ചിക്കൻ ഇല്ല കേട്ടോ. അതല്ല പറഞ്ഞേ, ഇതിനകത്ത് ചിക്കൻ ഇല്ല, മാവ് മാത്രമേ ഉള്ളൂ. ഇത് മാവാണ് ഏറ്റവും വലിയ ടാസ്ക്. തീർത്തേക്ക്. ഔദ്യോഗികമായി ഈ മത്സരം വിജയിച്ചായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ എല്ലാവരുടെയും നിലയെന്ന് കാണിച്ചേക്കല്ലേ? നന്ദോളിയന്റെ ഇലയാണ്. 2 പീസ് മറിച്ച് കൈമാറ്റൂ. നമ്മുടെ ബിനീഷ് ബ്രോ. കിംബോ ഇതെന്താ പാടാ? ഇത് അത്തപ്പക്കളോ? സദ്യയാണ്. പിന്നെ ഞാൻ കണ്ട 2-3 എടുക്കുന്നത്. നിധി 3 പീസ് ബാക്കി. വിങ്സ് ആണ്. പക്ഷെ ചെറിയ പീസായിരുന്നു കേട്ടോ. 2 വിങ്സ് ഒരു ചെറിയ പീസാണ്. വിങ്സ് ഒക്കെ കഴിക്കാന്നുള്ള ഈ 2 കുഴച്ചു പിടിച്ച് കൈ വെച്ച് അമർത്തി വെച്ചാൽ മതിയായിരുന്നു. നിനക്ക് ഒരു പീസ്. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഈറ്റിംഗ് ചലഞ്ചിൽ ബിനീഷ് ബ്രോ കാണുന്നില്ല. നോക്കിയോ, ഞാൻ ബ്രോയുടെ ഫാൻസ് വിഷയം ഉണ്ടാക്കും. അതൊക്കെയാണ് ഇവിടെ വിഷയമാണ് ബ്രോ. വിഷയമാണ്. അതെ, വിഷയമാണ്. അപ്പോ എന്താ ബിനീഷ് ബ്രോ പിന്നെയും മുളയാണ്. അതെ, ഓക്കെ. അപ്പൊ നമ്മുടെ
എന്താണ് അങ്ങനെ നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ ബിനീഷ് ബ്രോ വിജയിച്ചിരിക്കുകയാണ്. നമ്മുടെ റാവുത്തറെ കൊണ്ടെങ്കിൽ ഒരു അടിപൊളി മത്സരം കാണാനില്ലേ ബ്രോ? ഞാൻ പറഞ്ഞില്ലേ മട്ടൻ ബിരിയാണി മത്സരം കേട്ടോ. ഈ ജില്ല ഞാൻ വരത്തില്ല ബ്രോ, മട്ടൻ ബിരിയാണി മത്സരം പറഞ്ഞു. എന്റെ ബ്രോ പൊറോട്ട മത്സരത്തിൽ വിജയിച്ച നമ്മുടെ അർജുനല്ലോ. നിങ്ങളുള്ള ആ സ്നേഹം കൊണ്ടാണ് എനിക്ക് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ വരാൻ പറ്റാത്തതാണ്. രാവിലെ ഞാൻ ഓട്ടം, രാവിലെ വൈകുന്നേരം പ്രാക്ടീസ്. സ്പോർട്സ്മാനാണ് കേട്ടോ. അയൺമാൻ ബിനീഷ്. അപ്പൊ മത്സരം ഈ വർഷം നവംബറിലാണ്. പക്ഷേ പ്രശ്നമുണ്ട്. ഞാൻ നമ്മുടെ ബിനീഷ് ബ്രോ ജയിച്ചിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അത് വളരെ മോശമാണ്. പുള്ളി പ്രായത്തിൽ മൂത്തതായോണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു സംഭവം ഞാൻ നോക്കാറുണ്ടല്ലോ, ശ്രദ്ധിക്കാറുണ്ട്. ബിനീഷ് ബ്രോയെ പലരും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ നമ്മുടെ സ്റ്റുഡിയോയുടെ വർക്ക് നമ്മൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ചെറിയ രീതിയിൽ അല്ലേ? അപ്പം അതിൻ്റെ അപ്ഡേറ്റ് ഞങ്ങൾ തരികയാണ്. നമ്മുടെ സ്റ്റുഡിയോ വർക്ക് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ പതുക്കെ തുടങ്ങാം. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വഴി അറിയിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. അത് ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ അത് റിലീസായോ ഇല്ലയെന്ന് അറിയത്തില്ല. അത് റിലീസായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ആ ഇൻ്റർവ്യൂ കണ്ടിട്ട്. പിന്നെ നമുക്കൊരു Q&A ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു Q&A ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമ്മുടെ കാന്തരികൾക്കുള്ള ഉത്തരങ്ങൾ എന്തായാലും ഞങ്ങൾ തരുന്നത്, നിങ്ങൾ ചോദിക്കേണ്ട. ഓരോരുത്തരെ എടുത്തെടുത്ത് നമുക്ക് പറയിപ്പിക്കാം. ഓക്കെ? അതെന്തായാലും കള്ളത്തരം പറയത്തില്ല. കാരണം ഞാനുള്ളതുകൊണ്ട് ആരും കള്ളത്തരം പറയത്തില്ല കേട്ടോ. എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്താ അത് കള്ളം പറയണേ? ഇനി അപ്പൊ ഓരോരുത്തരുടെ മുഖങ്ങൾ നമുക്ക് അടിച്ചുകൊണ്ടിരിക്കാം അല്ലേ, തുറന്നുകൊണ്ടിരിക്കാം അല്ലേ അല്ലേ? പല രഹസ്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം. നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതൊന്നും നമ്മൾ എന്തായാലും പറയും. പിന്നെ നമുക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നമുക്ക് മെസ്സേജും ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു Q&A വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.